ദ പോർട്ട് ഓഫ് ട്രിവാൻഡ്രം അറ്റ് വിഴിഞ്ഞത്തിൻ്റെ റെയിൽപാത, തുരങ്കപാത, വിഴിഞ്ഞത്തു നിന്നും ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള തുരങ്കപാതയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. ഒരു പടി കൂടി അക്കാര്യത്തിൽ കേരള സർക്കാർ, പിണറായി സർക്കാർ കടന്നിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് ഒന്നും നടക്കുന്നില്ല എന്ന് നിരന്തരം വിലപിക്കുന്നവർക്കുള്ള അടുത്ത മറുപടിയാണ് തുരങ്കപാതയുടെ നിർമ്മാണം. അതിൻ്റെ പുതിയ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടന്നു എന്നുള്ളത് ഏറ്റവും പുതിയ വാർത്തയാണ്. അതായത് ആകെ വരുന്ന 10.7 കിലോമീറ്ററിൽ 9.5 കിലോമീറ്റർ തുരങ്കമാണ് വിഴിഞ്ഞത്തുനിന്ന് ബാലരാമപുരം വരെ. അതിന് കൊങ്കൺ റെയിൽവേക്കുള്ള ആദ്യ ഗഡു, അതായത് കൊങ്കൺ റെയിൽവേ ആണല്ലോ തുരങ്കപാത നിർമ്മിക്കുന്നത് വിഴിഞ്ഞത്ത്, അതിൻ്റെ ആദ്യ ഗഡുവായ 96.2 കോടി രൂപ പിണറായി ഗവൺമെൻറ് കൊങ്കൺ റെയിൽവേക്ക് കൈമാറിക്കഴിഞ്ഞു. അപ്പം ടെൻഡർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കണക്കാക്കുന്നത് 4 വർഷത്തോളം എടുക്കും ഈ തുരങ്കപാത പൂർത്തിയാക്കാൻ. അപ്പോൾ 45 മാസം കൊണ്ട് അതിൻ്റെ പണി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പാതയ്ക്ക്, അതായത് മൊത്തത്തിൽ 1482 കോടിയാണ് ഈ പാതയുടെ ചെലവ്. തുരങ്കപാതയുടെ കൃത്യമായിട്ട് പറഞ്ഞാൽ 1482.92 കോടി, അതായത് 1483 കോടി എന്ന് കൂട്ടിക്കും. നബാർഡിൽ നിന്നും എടുത്ത 2000 കോടി രൂപയുടെ വായ്പ ആ തുകയിൽ നിന്നുമാണ് ഈ തുരങ്കപാതയ്ക്കുള്ള പണം സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുന്നത്. 2000 കോടിയുടെ നബാർഡ് വായ്പയിൽ നിന്നുമാണ്. ഇനി ഈ പാതയുടെ പ്രത്യേകതകൾ, അതായത് ഈ അവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവം, ദുർബലമായ മണ്ണുണ്ടാവാം കൊങ്കൺ റെയിൽവേ പോലെ. അപ്പോൾ വളരെ നൂതനമായ സാങ്കേതിക വിദ്യയാണ് തുരങ്ക നിർമ്മാണത്തിന് കൊങ്കൺ റെയിൽവേ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ചില വിശദാംശങ്ങൾ നമുക്കിവിടെ അറിയാൻ പറ്റും. അതായത് സമാന്തര ട്രാക്ക്, ഇതോടൊപ്പം ബാലരാമപുരത്ത് സമാന്തര ട്രാക്കും യാർഡും നിർമ്മിക്കാൻ, അത് റെയിൽവേക്കാണ് കൊടുക്കേണ്ടത്. സതേൺ റെയിൽവേക്ക് സമാന്തര ട്രാക്ക് ബാലരാമപുരത്ത് വേണം, ഈ കണ്ടെയ്നർ വന്ന് കയറ്റാൻ വേണ്ടി. അതുപോലെ യാർഡ് വേണം, കണ്ടെയ്നർ സൂക്ഷിക്കാൻ, ട്രെയിനിൽ കയറ്റാനുള്ള കണ്ടെയ്നർ സൂക്ഷിക്കാൻ, ചരക്ക് തീവണ്ടിയിൽ. അപ്പം അതിന് 243.08 കോടി രൂപയും സംസ്ഥാന സർക്കാർ കൈമാറിക്കഴിഞ്ഞു ദക്ഷിണ റെയിൽവേക്ക്. ഈ കൊങ്കൺ റെയിൽവേക്ക് കൊടുത്ത കൂടാതെ 243.08 കോടി. അപ്പോൾ കാര്യങ്ങൾ ഒരു വഴിക്ക് മുന്നോട്ട് പോകുന്നു റെയിൽവേ പാത നിർമ്മിക്കുന്നതിൻ്റെ. അപ്പോൾ ദക്ഷിണ റെയിൽവേയുടെ കൺസ്ട്രക്ഷൻ വിഭാഗത്തിനാണ് ഈ തുക കൈമാറിയിരിക്കുന്നത്. ഇനി സ്വകാര്യ ഭൂമി, അതായത് വിഴിഞ്ഞത്തും ബാലരാമപുരത്തും ഈ തുരങ്കപാത കഴിഞ്ഞ് ഈ കണക്ട് ചെയ്യുന്നിടത്ത് സ്വകാര്യ ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വകാര്യ ഭൂമി രണ്ടിടത്തുമായിട്ട് 11.5 ഏക്കർ, 11.5 ഏക്കർ ഭൂമി ഏറ്റെടുക്കണം. അതിന് ഏറ്റെടുക്കാൻ 170 കോടി രൂപ ജില്ലാ കളക്ടർക്ക് കൈമാറിക്കഴിഞ്ഞു. വെറുതെ പ്രഖ്യാപനമല്ല, പൈസ കൊടുത്തു കഴിഞ്ഞു ജില്ലാ കളക്ടർക്ക്. കാരണം സ്ഥലം ഏറ്റെടുക്കൽ ഉത്തരവാദിത്വം ജില്ലാ ഭരണകൂടത്തിനാണല്ലോ, റവന്യൂ വകുപ്പിനാണ്. അപ്പം അത് 170 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ആകെ കൂട്ടി നോക്കുക 96 കോടി, പിന്നെ ഈ പറയുന്ന 243 കോടി, പിന്നെ 170 കോടി. ഇത്രയും തുക ഇതിനകം തന്നെ റെയിൽപാത, തുരങ്കപാത നിർമ്മിക്കാൻ കൈമാറിക്കഴിഞ്ഞു. ബാക്കി തുക ഘട്ടം ഘട്ടമായിട്ട് കൊടുത്താൽ മതി. ഇതൊന്നും ഇവിടെ ആരും വലിയ വാർത്തയൊന്നും ആക്കുന്നില്ലല്ലോ എന്നതുകൊണ്ടാണ് നമ്മൾക്ക് പറയേണ്ടി വരുന്നത്. ഇനി ടെക്നോളജി എന്താണ് ഉപയോഗിക്കുന്ന? സാങ്കേതിക വിദ്യ. കട്ട് ആൻഡ് കവർ എന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. കട്ട് ആൻഡ് കവർ എന്ന് പറഞ്ഞാൽ അതൊരു ഇപ്പോൾ 1 ഏക്കർ സ്വകാര്യ ഭൂമിയിൽ തുരങ്കം തുടങ്ങുന്ന വിഴിഞ്ഞത്ത് ഭൂമി ഏറ്റെടുത്തിട്ട് അവിടെ ഈ കട്ട് ആൻഡ് കവർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് തുരങ്കം നിർമ്മിച്ച് മൂടിയ ശേഷം ഭൂമി ഉടമകൾക്ക് തിരിച്ചു കൊടുക്കും. അതാണ് കട്ട് ആൻഡ് കവർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. തിരിച്ചു കൊടുത്തിട്ട് അവർക്ക് അതിന് മേൽ കെട്ടിടം പണിയാനോ ബാക്കി കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. കാരണം ഭൂമിക്ക് അടിയിൽ കൂടെയാണ് തുരങ്കപാത പോകുന്നത്. അതിന് മുകളിലത്തെ ഭൂമിയിൽ അവർക്ക് കെട്ടിടം നിർമ്മിക്കാം, മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ വേണമെങ്കിൽ പണിയാം. അപ്പം അവിടെ ആ 1 ഏക്കറിൽ സ്വകാര്യ ഭൂമിയിൽ പിന്നീട് മൂടിയ ശേഷം അവിടെ പാതയ്ക്ക് മുകളിൽ സുരക്ഷിതമായി ഓഡിറ്റോറിയം പണിയാം, ജിം പണിയാം, പാർക്കിംഗ് ഗ്രൗണ്ട് അടക്കം അവിടെ വിഭാവനം ചെയ്യുന്നുണ്ട്. അത് സ്വകാര്യ ഉടമകളുടെ അവരുടെ പങ്കാളിത്തത്തോടെയാണ്. അവർക്കും അതൊരു വരുമാന മാർഗമാണ്. അപ്പോൾ റവന്യൂ വകുപ്പിന്റെ ബീച്ചിലെ കുറെ പുറമ്പോക്കുണ്ട്. വിഴിഞ്ഞത്ത് ബീച്ചിലെ ആരും അവകാശികളല്ലാത്ത പുറമ്പോക്ക് ഭൂമി റവന്യൂ വകുപ്പിന്റെ കീഴിലാണല്ലോ പുറമ്പോക്ക് വരിക. അത്
തുരങ്കപാതയ്ക്ക് വേണ്ടി അത് കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ട്. തുരങ്കത്തിന്റെ രണ്ടറ്റത്തുമായി 11.5 ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഇനി ഇത് സുരക്ഷിതമാണ് ഈ റെയിൽപാത, ആശങ്ക വേണ്ട. അതായത് സ്ഫോടനം നടത്താതെ, പാറ പൊട്ടിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന, സ്ഫോടനം നടത്തി. ഇപ്പോൾ സ്ഫോടനം നടത്താതെ തുരക്കുന്നിടത്ത് അപ്പോൾ തന്നെ കോൺക്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് പുതിയ സാങ്കേതിക ടെക്നോളജി, ഓസ്ട്രിയൻ ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് രീതി എന്നാണ് അതിന് പറയുക. ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് രീതി ഉപയോഗിച്ച് പാറകൾ പൊട്ടിക്കാതെ, സ്ഫോടനം ഉണ്ടാക്കാതെ, ഭൂമിക്ക് ഇളക്കം തട്ടാതെയാണ് ഈ പാത നിർമ്മിക്കുന്നത്. അതിനുള്ള സാങ്കേതിക വിദ്യ ലഭ്യമാണ്. ഇനി ഡൽഹി മെട്രോ ഓൾഡ് ഡൽഹിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളുടെ അടിയിലൂടെ 145 കിലോമീറ്റർ തുരങ്കപാതയുണ്ട്. ഇത് എത്ര പേർക്കറിയാം? ഭൂമിക്ക് അടിയിലൂടെ, ഓൾഡ് ഡൽഹിയിലെ പഴയ പുരാതന കെട്ടിടങ്ങളുടെ അടിയിലൂടെ. അവിടെ ഒരു കെട്ടിടം പോലും ഇടിഞ്ഞു വീണില്ല. മാത്രമല്ല, രാജ്യത്തെ 1000 കിലോമീറ്റർ മെട്രോ റെയിൽപാതയിൽ ഏതാണ്ട് 400 കിലോമീറ്റർ തുരങ്കപാതയാണ്. കൊച്ചിയിൽ കുറവാണെങ്കിലും മറ്റ് പല സ്ഥലങ്ങളിൽ, ഡൽഹി ഉൾപ്പെടെ, തുരങ്കത്തിന് വിഴിഞ്ഞത്തു നിന്ന് ബാലരാമപുരത്തേക്കുള്ള തുരങ്കത്തിന് 10 മീറ്റർ വ്യാസമുണ്ട്. അത്രയും വലിയ ടണലാണ് പണിയുന്നത്. മണ്ണിടിച്ചിലോ വെള്ളപ്പൊക്കമോ കുടിവെള്ളക്ഷാമമോ തുരങ്കപാത കാരണം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കാരണം 6 കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ശാസ്ത്ര സാങ്കേതിക ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വിശദമായ പഠനം നടത്തിയ ശേഷമാണ് പാരിസ്ഥിതിക അനുമതി തുരങ്കപാതയ്ക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ 6 ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠനം നടത്തണമെങ്കിൽ തന്നെ അതിന് എത്ര സമയമെടുക്കും? അപ്പോൾ ഇത്തരം പ്രോജക്റ്റുകൾ ഇപ്പം നാളെ വേണം തുരങ്കപാത, നാളെ വേണം നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധിപ്പിക്കുന്ന റോഡ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങളും പഠനങ്ങളും ഒക്കെ പൂർത്തിയാക്കിയിട്ടാണ് ഒരു പ്രോജക്റ്റ് വരുന്നത്. അല്ലാതെ വെറുതെ കൈയും കാലും ഇട്ടടിച്ചിട്ട് കാര്യമില്ല. അപ്പം അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ശാശ്വതമായി നിലനിൽക്കേണ്ടുന്ന ഒരു തുരങ്കപാതയാണ് വിഴിഞ്ഞം പോർട്ട് ഓഫ് ട്രിവാൻഡ്രത്തിനെയും ബാലരാമപുരം റെയിലിനെയും ബന്ധിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അതിനാണ് ആകെ ചെലവ് 1483 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്. അപ്പം വിഴിഞ്ഞം മുന്നോട്ട് കുതിക്കുന്നു. വിഴിഞ്ഞം അടുത്ത കുതിപ്പാണ്, റെയിൽവേ കുതിപ്പിലേക്ക് കടന്നിരിക്കുന്നു. വിഴിഞ്ഞത്തെ ദേശീയപാതയെ ബന്ധിപ്പിക്കുന്ന താൽക്കാലിക റോഡിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ അതിവേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 4 മാസത്തിനുള്ളിൽ ഗേറ്റ് വേ കാർഗോ തുറക്കും എന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. അതനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കസ്റ്റംസ് ഓഫീസ് അവിടെ തുറന്നു കഴിഞ്ഞു. ഇനി ഇമിഗ്രേഷന്റെ മറ്റു കാര്യങ്ങൾ ഉടനെ വരും. 4 മാസത്തിനുള്ളിൽ ഈ പറയുന്ന ദേശീയപാത കണക്ടിവിറ്റിയും യാഥാർത്ഥ്യമാകുമ്പോൾ ചരക്ക് ലോറി കണ്ടെയ്നർ ലോറികളിലൂടെ തുറമുഖത്തു നിന്ന് വിഴിഞ്ഞത്ത് വരുന്ന കണ്ടെയ്നറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കുമതി കയറ്റുമതിയും കരമാർഗം കൂടി വരുന്ന ഒരു മാസങ്ങൾക്കുള്ളിൽ അതും യാഥാർത്ഥ്യം ആവുകയാണ്. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ റെയിലിന്റെ നിർമ്മാണം ആരംഭിക്കാനുള്ള നടപടികളും ആയിക്കഴിഞ്ഞു. അപ്പോൾ വിഴിഞ്ഞം മുന്നോട്ട് തന്നെ എന്ന് നമ്മൾ വളരെ സത്യസന്ധമായിട്ട് വിലയിരുത്തുക.